നമസ്കാരം. സാധാരണഗതിയിൽ എല്ലാവരും പറയുക, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിരിക്കണം, നല്ലത് പറയണം, നല്ലത് ചെയ്യണം എന്നൊക്കെയാണ്. കൂടാതെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും നന്ദി പറയുകയും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും ചെയ്യണം എന്നൊക്കെ. അത് പൂർണ്ണമായും ശരിയാണ്. നന്ദിയുടെ ഭാവത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ പല നേട്ടങ്ങളുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കൃതജ്ഞതയുടെ ഭാവത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇത് അത്ര എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം നമുക്ക് ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. ജീവിത സാഹചര്യങ്ങൾ മോശമാകുമ്പോഴും നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ എങ്ങനെ കഴിയും? Can you be grateful for something you can't be grateful for? അതായത് നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാൻ കഴിയാത്ത കാര്യത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മുടെ മെച്യൂരിറ്റി അളക്കുന്നത്. ആരെങ്കിലും നമുക്ക് വല്ല ഔദാര്യവും ചെയ്യുമ്പോൾ നന്ദി പറയാൻ എളുപ്പമാണ്, അല്ലേ? എന്നാൽ ആരെങ്കിലും നമ്മളെ പാരവച്ചാലോ നമുക്കിട്ട് ഒരു പണി തന്നാലോ നന്ദി പറയാൻ പറ്റുമോ? നന്ദി പോയിട്ട് നമുക്ക് ദേഷ്യവും പ്രതികാരദാഹവുമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളും അവസ്ഥകളും നമ്മൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ മോശമായ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ അവസ്ഥയ്ക്ക് സ്റ്റക്ക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അതായത് അകപ്പെട്ടു പോയ അവസ്ഥ, സ്റ്റക്ക് സ്റ്റേറ്റ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയണം. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകുക. ഈ ജീവിതം ആകുന്ന നദിയിലൂടെ നമുക്ക് നിഷ്പ്രയാസം ഒഴുകാൻ സാധിക്കണം എന്നർത്ഥം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയണം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കണം. എപ്പോഴും പരാതി പറയുന്നവരും വിമർശിക്കുന്നവരും സ്റ്റക്ക് സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. പ്രതിസന്ധികളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പുറത്തു കടക്കാൻ പല വഴികളും അന്വേഷിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. ജീവിതാനുഭവങ്ങളെ സമഭാവത്തിൽ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമുക്കെത്താൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പരാതി പറഞ്ഞും ജീവിക്കുന്നവർ സ്റ്റക്ക് സ്റ്റേറ്റിലാണുള്ളത്. പകരം കഴിയുന്നതും യോജിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, സ്നേഹത്തോടെ കരുണയോടെ വീട്ടിലുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ബിസിനസ് മെച്ചപ്പെടുന്നില്ല, സാമ്പത്തിക അവസ്ഥ ബെറ്ററാകുന്നില്ല. എൻ്റെ ബിസിനസ്സിലുള്ള എതിരാളി, അതായത് കോമ്പറ്റിറ്റർ ആണ് ഇതിന് കാരണം എന്ന് ഞാൻ വിശ്വസിച്ച് നെഗറ്റീവ് സെൽഫ് ടോക്കിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മത്തെ ഞാൻ വെറുക്കാൻ തുടങ്ങിയാൽ ഞാൻ സ്റ്റക്ക് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. പകരം ബിസിനസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ അവസ്ഥയിലും എനിക്ക് ചിലതൊക്കെ പഠിക്കാൻ ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തി ഈ ബിസിനസ് നന്നായി കൊണ്ടുപോകണമെങ്കിൽ അറിവും സ്കിൽസും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് യാത്ര ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാകും. പ്രപഞ്ചം ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ വീലി കെട്ടിയതാണ്, കാരണം അപ്പുറത്ത് കൂടുതൽ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എന്നെ സ്വയം സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് കടക്കും. വീട്ടിൽ സാധനങ്ങൾ കേടുവന്നുകൊണ്ടിരിക്കുന്നു, ഇലക്ട്രിസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നു, പൈപ്പ് കേടുവന്നു, ബക്കറ്റ് കിണറ്റിൽ വീണുപോയി, പൂച്ചട്ടിയിലുള്ള ചെടികൾ പുഴുക്കൾ നശിപ്പിച്ചു, കുട്ടികൾ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജീവിത പങ്കാളിയുമായി വഴക്കാണ്, അധികം ദിവസവും വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിന് രുചിക്കുറവാണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് 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 മാത്രമായാൽ നമ്മൾ സ്റ്റക്ക് സ്റ്റേറ്റിൽ തന്നെ തുടരും. ഇതെല്ലാം സമഭാവത്തിൽ കാണാൻ കഴിയണം. ദിവസവും അരമണിക്കൂറോ 3/4 മണിക്കൂറോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ള സമയം മുഴുവൻ അപ്സെറ്റായിരുന്നാലോ നമ്മൾ സ്റ്റക്ക് സ്റ്റേറ്റിൽ തന്നെ തുടരും. പകരം മനഃപൂർവ്വം ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ ശ്രമിക്കണം. ഏത് സമയവും രാഷ്ട്രീയത്തിൽ കൂടുതൽ സമയം ശ്രദ്ധ കൊടുക്കുന്നു. ടി വിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകളും എല്ലാം ഫോളോ ചെയ്ത് രാഷ്ട്രീയക്കാരെയും നാടിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരാശയും ദേഷ്യവുമെല്ലാം ഉള്ളിൽ കൊണ്ട് നടന്നാൽ നമ്മൾ സ്റ്റക്ക് സ്റ്റേറ്റിലായിരിക്കും കഴിയുക. പകരം കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മുടെ നാടിന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും, ബാക്കിയെല്ലാം സാക്ഷ്യഭാവത്തിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റോടുകൂടി ഞാൻ കാണും എന്ന തീരുമാനമെടുത്താൽ സമഭാവമായി. ഇതാണ് വേണ്ടത്. സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള 3 എളുപ്പമാർഗങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.